ഗ്ലാൻസ് സ്റ്റാർ നമ്മുടെ SHലെ അടിപൊളി പിള്ളേരാണ് ഇന്ന് വിശേഷങ്ങൾ പങ്കുവച്ചിട്ട് ഗെയിം സെഷനില്. നീ എന്തോ തേങ്ങയാണ് ഇനി നീ എന്നെ കുറിച്ച് എന്തെങ്കിലും മിണ്ടിയ നമസ്കാരം, ഞാൻ ഫാദർ ജോസഫ് നെടുമ്പറമ്പിൽ, ചങ്ങനാശ്ശേരി SH സ്കൂളിൻ്റെ മാനേജർ അച്ഛനാണ്. നമ്മൾ ഈ സ്കൂൾ SH സ്കൂള് സെക്കൻഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ 1958 യഥാർത്ഥത്തിൽ ചങ്ങനാശ്ശേരി സ്ഥാപിതമായത്. 1964 കേരള സർക്കാർ ഇതിനെ ഒരു ഫുൾ ഫങ്ഷനിങ് സ്കൂളായിട്ട് അംഗീകരിച്ചു. ഇത് യഥാർത്ഥത്തിൽ സ്കൂളിൻ്റെ 60ാം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ഒരു വർഷം. ഞങ്ങളുടെ സ്കൂളിലേക്ക് MVTV ഗ്ലാൻസ് സ്റ്റാർസ് എന്ന ഈ പ്രോഗ്രാമായിട്ട് വന്നതിന് അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്ന കഴിവിനെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ നടത്തുന്ന ഈ ശ്രമത്തിന് എല്ലാ വിജയങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സംഭവം നമ്മുടെ നേരത്തെ പ്രോപ്പർട്ടി തന്നെയാണ്. നമ്മൾ ഈ ഒരു ബോൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ബോള് നമ്മുടെ പെൺകുട്ടികൾ അവർ കളക്ട് ചെയ്ത്, ഓക്കെ, അത് എത്ര എണ്ണം വരെ നമുക്ക് 1 മിനിറ്റിൽ കളക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അതാണ് മത്സരമായിട്ടുണ്ടായിരുന്നത്. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോള് നിങ്ങൾ ഈ ഓരോരുത്തർ കയ്യിലെടുത്ത് പിടിച്ചു, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പറ്റൂല. കയ്യിലെടുത്ത് പിടിച്ചിട്ട് ആ ഒരു സ്ട്രോ ഉപയോഗിച്ച് അതൊന്ന് ഹോൾഡ് ചെയ്യുക. സ്ട്രോ ആദ്യം ഒറ്റ പ്രാവശ്യമേ കൈ പിടിക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം 2 കൈയും റിലീസ് ചെയ്യണം. ദേ കാണിച്ചു തരും കേട്ടോ, ദേ ഇതേപോലെ. അപ്പോൾ കൈ അങ്ങ് വിടണം, എന്നിട്ട് ഹോൾഡ് ചെയ്യണം. എന്നാൽ ഇന്ന് ഫ്രണ്ടിലോട്ട് പോരെ, പുറകിലേക്ക് പോകണ്ടാക്കി പോരെ, എല്ലാവർക്കും ഒന്ന് കാണണ്ടേ. ഓക്കെ, അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഈ ഒരു ബോള് എത്ര സെക്കൻഡ്, ചിലപ്പോൾ മിനിറ്റ് ആകാം, എത്ര നേരം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ്. ആ ഒരു സ്റ്റാമിനയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഓക്കെ ആണോ? ഇതിനകത്ത് കള്ളക്കളിയൊന്നും പാടില്ല കേട്ടോ. സത്യസന്ധമായിട്ട് ആദ്യം കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു ബോൾ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ കൗണ്ട് ചെയ്യും. ഓക്കെ, റെഡിയാണോ? റെഡിയാണോ? റെഡിയാണ്. അയ്യോ, എൻ്റെ ശ്വാസം മുഴുവൻ കളയല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ടൈം റെഡി അല്ലേ? ഇനി ആരാണ് ഔട്ട് ആവുന്നവർ പെട്ടെന്ന് പുറകോട്ട് മാറിക്കണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ തന്നെ നിന്നോ. കള്ളക്കളി പാടില്ല. നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് നൗ. ഹലോ 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 ഹലോ, എന്താ ഇവിടെ എന്തോന്നാ? നാരങ്ങ വെള്ളം വല്ലതും കുടിക്കുന്നുണ്ടോ? കൈയൊക്കെ പിടിച്ചേക്കുന്നുണ്ടോ? അവിടെ നിന്ന് വിട്ടേ. ഇങ്ങനെയല്ലടാ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, കൈകളൊന്നും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇത് നമ്മുടെ ആ ഒരു സ്ട്രോയിൽ ആ ബോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 കൈയും ഫ്രീ ആക്കിക്കോണം. പിന്നെ കൈ പിടിച്ചോണ്ട് നിൽക്കൂലേ കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? അങ്ങനെ തന്നെ എഴുതോ. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. കൈവിട്ടോ, കൈവിട്ടോ. കൈ വിടറാ. മൂന്നാമത് നിൽക്കുന്നവൻ കല്ലിന് കാറ്റ് പിടിച്ചോണ്ട് നിൽക്കുന്ന. ഹലോ ഈശ്വര, ഞാൻ നോക്കിയപ്പോ കണ്ണൊക്കെ പുറത്തു വരുന്നു. ഓക്കെ, പേരെങ്ങനാ? റെൻ. അടിപൊളിയായിട്ട് മത്സരിച്ചു. അപ്പൊ റെന്നാണ്. ഒരു റൗണ്ട് കൂടെ വേണോ? ഇനി നമ്മുടെ ടീച്ചേഴ്സ് ഒന്ന് വരുമോ പ്ലീസ്? ടീച്ചേഴ്സ് വാ. ഓക്കെ, ടീച്ചേഴ്സ് വായോ. ടീച്ചേഴ്സ് ഇനി പോന്നാ മതി. ഇനി ടീച്ചേഴ്സിന്റെ കൂടെ മത്സരിക്കാൻ ധൈര്യമുള്ള ഒരു 3 പേര്. ഓക്കെ, സെറ്റ്. എത്ര പേരായേ? മിസ്സുമാരെ ഒന്ന് പരിചയപ്പെടുത്തുവോ? ഷൈനി ജിജോ, ശില്പ, നിമ്മി സെബാസ്റ്റ്യൻ, വിൻസി,
ഖാലിദ്. ഓക്കെ, പേരെന്താ? ഹന്ന. ഹന്ന. ഓക്കെ, അപ്പം നമുക്ക് ഇവർക്ക് ഒരു സ്ട്രോ വീതം കൊടുക്കാം. ബോള് ഓക്കെ. എന്നാലും ടീച്ചേഴ്സ് നിങ്ങളെ ക്ലാസ്സിൽ വെള്ളം കുടിപ്പിക്കുന്നതല്ലേ, നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, റെഡി അല്ലേ? അങ്ങനെ നമ്മുടെ SH ഫാത്തിമാപുരത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നിട്ടുള്ള ഒരു തകർപ്പൻ മത്സരമാണ് നടക്കാൻ പോണത്. ആര് ജയിക്കും? നമ്മുടെ സ്റ്റുഡൻസ് ആണോ ടീച്ചേഴ്സ് ആണോ എന്ന് അറിയാനുള്ള ദിവസമാണ്. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാർ ജയിക്കണോ അധ്യാപകർ ജയിക്കണോ? ടീച്ചേഴ്സ് എത്ര സ്നേഹമുള്ള പിള്ളേരാ. ടീച്ചേഴ്സ് ജയിച്ചാൽ മതി എന്നാ പറയണേ. നിങ്ങൾ ഇവരാണ് നാഴികയ്ക്ക് 40 കേട്ടോ. നിങ്ങൾ ജയിക്കണം എന്നല്ലേ പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? റെഡിയാണോ? ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചോ. ഓക്കെ, അല്ല ഒന്ന് പിടിച്ചോ. ടൈം സ്റ്റാർട്ട് ആയില്ല. ഓക്കെ, പിടിച്ചോ. ഓക്കെ, ഒരവസരം കൂടെ നമ്മൾ കൊടുക്കാണ്. നിങ്ങൾ ആദ്യം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക, അതിന് ശേഷമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ആ കൈയൊക്കെ വിറക്കിയാണ്. എന്റെ പൊന്നോ, റെഡി ആണോ? ഇവിടെ മത്സരം തുടങ്ങുന്നതിന് മുമ്പേ ബോൾക്ക് താഴെ പോവാ. ഇതെന്ത് വിധിയാണ്? ഇല്ല, ഒന്നൂടെ. ആ ഓക്കെ, ആ തുടങ്ങാൻ പോവാണ്. Your time starts now. ടീച്ചറെ കൈ വിട്ടേ. ശരിക്കും ഇതെന്താ പരിപാടിയാണ്? ഞാൻ നോക്കിയപ്പം 2 പേര് ടീച്ചേഴ്സ് 2 പേരും ഓക്കെ ബോൾ ഹോൾഡ് ചെയ്ത് കുറച്ച് നേരമായി. പക്ഷെ ഇവിടെ നോക്കിയപ്പോൾ ഒരാൾ കൈ പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കണ്ടില്ലായിരുന്നല്ലേ? നിങ്ങൾ 2 പേര് മാത്രം ഒന്ന് മത്സരിച്ചേ, ഞാൻ നോക്കട്ടെ. എന്നാ ഓക്കെ, അപ്പൊ റെഡി? 1 2 കൈ പിടിക്കല്ലോ കേട്ടോ. എടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. എന്ത് നിഷ്കളങ്കമായ ചോദ്യം. തുടങ്ങിയോന്ന് എന്താ പൊന്നോ. ഓക്കെ ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ടീച്ചർ വിറയ്ക്കുവാ. ജസ്റ്റ് മിസ് ആണ്. ഓക്കെ, എന്തായാലും മിസ് പേരെങ്ങനാ? ശില്പ. ശില്പ മിസ്സിന് നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു മിസ്, താങ്ക് യു സോ മച്ച്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് വന്നാ കേട്ടോ. ഇനി അടുത്ത മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ഒരു 6 പേര് വരുമോ? നമ്മുടെ ലാസ്റ്റ് റൗണ്ടാണ്. 6 പേർക്ക് മാത്രമേ ഇനിയൊരു ചാൻസ് ഉള്ളൂ. ഈ ഒരു ചാൻസ് ആരും കളയരുത്. ബോയ്സിനെ കൂടെ വിളിക്കുന്നു. നിങ്ങളായിരിക്കും ചിലപ്പോൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിൻ ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഞാനൊരു ക്ലൂ കൂടി തരുവാണ് കേട്ടോ. ഇവരുമായിട്ട് നിങ്ങൾ മത്സരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും. അയ്യോ, ഇവിടെ ഇത്ര പേരായി. ഗ്ലാൻ സ്റ്റാർസ് സെയിന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനും 90.8 റേഡിയോ മീഡിയ വില്ലേജും മീഡിയ വില്ലേജ് ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ഗ്ലാൻ സ്റ്റാർസിന്റെ 3rd റൗണ്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്ക് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി 6 സ്റ്റുഡൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കുറച്ച് ബലൂൺസ് ആണ്. ഇത് ജസ്റ്റ് ഒരു ട്രയലാണ്. അതായത് ഈ ബലൂൺ ഞാൻ ടൈം പറഞ്ഞു കഴിയുമ്പോൾ, സ്റ്റാർട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഊതി വീർപ്പിച്ച് പൊട്ടിക്കണം. ഷോ ചേച്ചി അങ്ങനെ പറയല്ലേ, കൈവച്ച് പൊട്ടിക്കാൻ പാടൂല. ഊതി വീർപ്പിച്ച് തന്നെ പൊട്ടിക്കണം. ഓക്കെ, പേടിയുള്ളവർ ഇച്ചിരി അകന്ന് നിന്നു, ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? ഒന്ന് ട്രയൽ നോക്കാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. बजने दे धड़क धड़क ढोल ताश
പൊട്ടുന്നില്ലല്ലോ. ഓക്കെ, ഇവിടെ ചെവി പൊത്തുകയാണ്. ഇനി ഇതല്ല ശരിക്കും മത്സരം, ഇത് തന്നെയാണ്. പക്ഷേ നമ്മൾ ടൈം കൊടുക്കും. 1 മിനിറ്റ് സമയമുണ്ട്. ആ 1 മിനിറ്റ് സമയത്തിനുള്ളിൽ എത്ര ബലൂൺ ഇവരെ പൊട്ടിക്കുമെന്നാണ് നോക്കുന്നത്. 1 മിനിറ്റ് സമയം. ഒരു ബലൂൺ ഊതി വീർപ്പിച്ച് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് അടുത്ത ബലൂൺ എടുത്ത് പൊട്ടിക്കാം കേട്ടോ. ഏറ്റവും കൂടുതൽ ബലൂൺ പൊട്ടിക്കുന്നവർക്കായിരിക്കും സമ്മാനമുള്ളത്. ഓക്കെ, അപ്പം ഈ ടേബിളിൻ്റെ ഇപ്പുറത്ത് നിൽക്കുമോ? ടേബിളിൻ്റെ അപ്പുറത്ത് നിന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നമുക്ക് ബലൂൺ അങ്ങ് നേരത്തെ വെച്ചേക്കാം. ഓക്കെ, ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയായിരിക്കും ജഡ്ജായിട്ട് വരിക. നിങ്ങൾ നോക്കിക്കോണം ഇവിടെ ഏറ്റവും കൂടുതൽ ബലൂൺ ആരാണ് വീർപ്പിച്ച് പൊട്ടിക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. പോരട്ടെ, 1. കൈ വെച്ച് പൊട്ടിക്കാനൊന്നും പാടില്ല. ഓക്കെ, കുട്ടി മാമ, ഞാൻ 8 മാമ. ഒരു ബലൂണാണ് നിലവിൽ പൊട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത്. പോയി. എന്താ വിധിയാണല്ലേ? രണ്ടാമത്തെ ബലൂൺ ആരായിരിക്കും പൊട്ടിക്കാൻ പോണത്? കൈ വെച്ച് പൊട്ടിക്കരുത്, കൈ വെച്ച് പൊട്ടിക്കരുത്. ഓക്കെ, 2. 2. മൂന്നാമത്തെ ബലൂണിലേക്ക് കടന്നിരിക്കുകയാണ്. ഓക്കെ, 3. അറിയാണ്ട് പൊട്ടി. സ്റ്റോപ്പ്. ഇതിലാരാണ് ഏറ്റവും കൂടുതൽ ബലൂൺ പൊട്ടിച്ചത്? ആരാണ്? 3 ബലൂൺ വരെ ഞാൻ എണ്ണി ഇവിടെ അല്ലേ? 3 ബലൂൺ വരെ പൊട്ടിച്ചു 1 മിനിറ്റ് സമയത്തിനുള്ളിൽ. 3 പൊട്ടിച്ചു. ഞാൻ കണ്ടായിരുന്നു. ഇവൾ ഒന്നിന് അമ്പിനെ വില്ലിനെ എടുക്കുന്നില്ല കേട്ടോ. 3 പൊട്ടിച്ചില്ലേ? 3 പൊട്ടിച്ചു. അല്ല, 3 പൊട്ടിച്ചു. നിലവിൽ 3 പൊട്ടിച്ചു. ഓക്കെ, അപ്പൊ നല്ലൊരു കൈയടി കൊടുത്തേ. അപ്പൊ താങ്ക് യു. ഇനി അടുത്ത ബോയ്സ് പോരെ. കണ്ടോ, അവർക്ക് പറ്റിയ ഗെയിം വന്നപ്പോ വരുന്നുണ്ടോ? ദൈവമേ, ഒരു കാർഡ് ഇളക്കി വരുവാണല്ലോ. ഓക്കെ, നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തേടാ. ഓക്കെ, അപ്പൊ 10 ബലൂൺ വീതം നമ്മൾ ഓൾറെഡി ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട, അതുകൊണ്ടാണ്. റെഡിയാണോ മക്കളെ? റെഡിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ 1 മിനിറ്റ് സമയം തരും. നിങ്ങൾ ഇനി പൊട്ടിച്ച് കഴിഞ്ഞിട്ട് 10 എണ്ണത്തിൽ കൂടുതൽ 1 മിനിറ്റിനുള്ളിൽ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. നല്ല പ്രോത്സാഹനം കൊടുക്കാം. ഒരെണ്ണം പോലും ഇതുവരെ ആരും പൊട്ടിച്ചില്ല. 1. ഓക്കെ, ഇത് പൊട്ടുന്നില്ലല്ലോ. ഓക്കെ, 2. പോരട്ടെ. ഓക്കെ, മൂന്നാമത്തെ ബലൂൺ. നാലാമത്തെ ബലൂണിലേക്ക് കടന്നിരിക്കുകയാണ്. പറത്തി വിടുകയാണ്. ഓക്കെ, 4. നിലവില് ഇവിടെ 4 ബലൂൺ അല്ല 3 ബലൂൺ അല്ലേ? 4 ബലൂൺ. ഇവിടെ 4 ബലൂൺ പൊട്ടിച്ചു.
ഒന്ന് പൊട്ടിയതായിരുന്നു. സത്യസന്ധന ഒരു കൈയ്യടി കൊടുത്തേ. അടിപൊളി കൊച്ചു മോനെ. 3 എണ്ണം പൊട്ടിച്ചു. ഓക്കെ, 3 എണ്ണത്തിൽ കൂടുതൽ പോയില്ലല്ലോ. ഇല്ല, ഇവിടെ 4. പേരെങ്ങനാ? ആദിൽ. ആദിൽ. ആദിൽ നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഓക്കെ, അപ്പൊ അങ്ങനെ ബലൂൺ വേർപ്പിച്ച് പൊട്ടിക്കുന്ന ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ആദിലാണ് വിന്നർ ആയിരിക്കണത്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ മറ്റേ പെങ്കൊച്ച ഏതാ? ആലിറ്റിങ് വന്നേ. ആലിറ്റും ആദിലും കൂടി ഒരു മത്സരം വെച്ചാലോ? എങ്ങനെയുണ്ടായിരിക്കും? ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു മിനിറ്റ് സമയം തരാണ്. 2 പേരും മത്സരിച്ച് ബലൂൺ ഊതി വീർപ്പിച്ച് പൊട്ടിക്കുക. പക്ഷെ ഇതിനകത്ത് സമ്മാനമൊന്നുമില്ല, ഓൾറെഡി നിങ്ങൾ സമ്മാനാർഹരായതാണ്. പക്ഷെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ആരായിരിക്കും വിന്നർ? ഈ സൈഡിൽ നിന്ന് ഗേൾസിന്റെ സൈഡിൽ നിന്നാണോ ബോയ്സിന്റെ സൈഡിൽ നിന്നാണോ? ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വാശിയേറിയ ഒരു മത്സരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. റെഡി, 1 2 3 സ്റ്റാർട്ട്. പ്രോത്സാഹനം. ഇതിൽ ആരായിരിക്കും ആദ്യം ബലൂൺ പൊട്ടിക്കാൻ പോണേ? ആലിറ്റാണോ ആദിലാണോ? ആദിലാണോ ആലിറ്റാണോ? ഓക്കെ, ആദിൽ ഒരു ബലൂൺ പൊട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആലിറ്റേ ആദ്യം പിടിക്ക്. ഓക്കെ, വേണ്ട, വിട്ട് കളഞ്ഞിരിക്കുകയാണ്. അടുത്ത ബലൂണിലേക്ക് പോകുന്നു. ഓക്കെ, ആദിലപ്പ ഇവിടെ പുറകോട്ട് പോകുന്നില്ല. 2ാമത്തെ ബലൂണിലേക്ക്. ആദിലെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ബലൂൺ വീർപ്പിക്കുന്നത്. ഓക്കെ, അതൊരു നല്ലൊരു ബലൂണായിരുന്നു. അലിറ്റ് വീണ്ടും വിട്ട് കളഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ബലൂൺ ആദിലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, 3ാമത്തെ ബലൂൺ. ആലിറ്റ് ഓക്കെ, സാരമില്ല. ആലിറ്റ് കുറച്ച് മുമ്പത്തെ ആ ഒരു ക്ഷീണത്തിൽ നിൽക്കുമായിരുന്നു. ഓക്കെ, എന്തായാലും പൊട്ടിച്ചേ അടങ്ങും. അല്ല പിന്നെ അപ്പൊ നമ്മുടെ 3rd റൗണ്ടും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ബലൂൺ ഊതി വേർപ്പിച്ച് പൊട്ടിച്ച് വിന്നേഴ്സ് ആയിട്ടുള്ളവരാണ് ഈ 2 പേരും. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണോ? ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ള കുറച്ച് പിള്ളേരിങ്ങി വന്നേ. ഓക്കെ, നമുക്കിവിടെ ഒരു ട്രാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യും. നമ്മുടെ ചേട്ടന്മാർ പാട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ പാട്ടിന് അനുസരിച്ച് വളരെ അടിപൊളിയായിട്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് അങ്ങ് ഡാൻസ് ചെയ്യുക. ആരാണ്, അതായത് ഏറ്റവും ബെസ്റ്റ് പെർഫോമറെ കണ്ടെത്താൻ വേണ്ടിയുള്ളൊരു റൗണ്ടാണ്. സ്പോട്ടിൽ നമ്മൾ പാട്ട് പ്ലേ ചെയ്യും. ഇതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ആരാണ് എന്നാണ് അറിയാൻ പോകുന്നത്. കൂടി നിൽക്കണ്ട, കുറച്ചൊന്ന് ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് എല്ലാവരും കാണണ്ടേ? അത് 2 റൗണ്ടായിട്ട് നടത്തണം മത്സരം. 2 ഇതായിട്ട് വേണോ? ഒറ്റ ഒരെണ്ണം മതി. ഓക്കെ, പാട്ട് റെഡി അല്ലേ? സെറ്റ്. നന്നായിട്ട് ഡാൻസ് ചെയ്യണം. ചുമ്മാ തട്ടിക്കൂട്ടി ഡാൻസ് ഒന്നും ആവല്ലേ. ഫുൾ എനർജിയിൽ പുറകെ നിൽക്കുന്നവർ ഫ്രണ്ടിലോട്ടൊന്ന് വന്ന ഇങ്ങനെ. ಬಾಟಿಕಾದ ಬಂದೆ ಕುಸ್ಟ್ ಪಾರ್ಮಿದೆ ಪಂಚನೆ ಬೆಸ್ಟ್ ಊಟ್ಲ ಮೋಸು ಉಂಡ ಅಷ್ಟು ಗುಂಡಾಣ ಪಸ್ಟೆ ತೊಟ್ಟಲಯ್ಯ ಉಟ್ಟಾದ ತೊಟ್ಟ ತುಗಿನ ತೊಟ್ಟಾದ ಕಟ್ಟ ಕತ್ತನ ಮೆರ್ತಾದ ಅಪರ ಪಡ್ತಿದ್ದ ಜೊಟ್ಟಲ ತೊಟ್ಟಲಯ್ಯ ಉಟ್ಟಾದ ತೊಟ್ಟ ತುಗಿನ ತೊಟ್ಟಾದ ಕಟ್ಟ ಕತ್ತನ ಮೆರ್ತಾದ ಅಪರ ಪಡ್ತಿದ್ದ ಜೊಟ್ಟಲ ಐ ಐ ಐ ಐ ಐ ಓ ಐ ಓ ಐ ಓ ಐ ಓ ఫ్రైడ్ రైస్ లా ఒట్టుకోదు పోల ఫ్రెండ్స్ కూడా ఒట్టుకోదు ఫిగర్ నిందన దుట్టుకోసు ఉట్టుకో ఎవల కాస్ మందల చందవ ఇల్ల చాన్స్ మందల కట్టద అడ్వాంటేజ్ చెన్నైయోడ ఫేస్ నాట్ పడ్రాన్ లోకల్ గైస్ మన అడ్వైస్ యానా ఇది వాലി కోనా బర్రాదర సైజ్ కార్నా താങ്ക് യു. ഇവിടെ ആണെങ്കിലുണ്ടല്ലോ മത്സരമാണെന്ന് പോലും അറിയാണ്ട് പുറകെ പോയി കുറച്ച് പേര്, അതും ഫ്രണ്ടിൽ കുറച്ച് പേര് ഡാൻസ് ചെയ്യുന്നുണ്ട് വളരെ കാര്യമായിട്ട്. കുറച്ച് പേര് പുറകെ പോയിട്ട്
അതിലും കാര്യമായിട്ട് അവരുടേതായ രീതിയിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ടിനോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്തി ഡാൻസ് ചെയ്ത ആൾ ഇതാണെന്ന് തോന്നുന്നു അല്ലേ? ഏതാ അവർ രണ്ടുപേരും? ആരാണ്? അയ്യോ, അന്ന് നിങ്ങൾ പറ, ആരാ ഡാൻസ് ചെയ്തേ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വന്നേ. ആ, ഇദ്ദേഹം നന്നായിട്ട് ഡാൻസ് ചെയ്തോ? എങ്ങനെയാ? ഓക്കെ, ഇവര് 3 പേരും ചേർന്നിട്ട് ഓക്കെ, പാട്ട് ഒരിക്കൽ കൂടി വേറൊരു ട്രാക്കിലേക്ക് നമ്മൾ പോവാണ്. ജഡ്ജസ് നിങ്ങളാണ്, നിങ്ങൾ നോക്കുക ആരായിരിക്കും ഏറ്റവും ബെസ്റ്റ് പെർഫോമർ. ഇനിയെങ്കിലും പറ, ആരാണ് വിനർ? നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ല. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം അല്ല, ഈ ഒരു ടീം നിൽക്കുന്നവരുടെ ഫ്രണ്ട്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടീച്ചേഴ്സ് പറ, ആരാണ് ശരിക്കും സത്യസന്ധമായിട്ടുള്ള മറുപടി പറ. ഓക്കെ, സത്യസന്ധമായിട്ടുള്ള മറുപടി പറ. ആരാണ്? മത്സരത്തിന്റെ വിനർ അറിയാനുള്ള സമയമാണ്. ഓക്കെ, ടീച്ചേഴ്സ് പറ, ആരാണ്? ഏഞ്ചൽ ആണോ? ഏഞ്ചൽ ആണ്. ആരാ ഏഞ്ചൽ? ഏഞ്ചൽ. ഓക്കെ, ഏഞ്ചലിന് നല്ലൊരു കൈയടി എടുക്കാം. ഓക്കെ, താങ്ക് യു മക്കളെ, താങ്ക് യു സോ മച്ച്. ഗ്ലാൻസ് സ്റ്റാർസിൽ ഇന്ന് പല റൗണ്ടുകളായിട്ട് വിന്നേഴ്സ് ആയിട്ടുള്ളവരെ നമ്മൾ അവർക്കുള്ള സമ്മാനദാനം നൽകാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയം. ഏറെ സ്നേഹത്തോടെ മിൻഡോ അച്ഛനെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ വിന്നറായത് ആരായിരുന്നു? ക്രിസ്റ്റി. ക്രിസ്റ്റിക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. ക്രിസ്റ്റിക്ക് സമ്മാനം നൽകുന്നു. കൺഗ്രാറ്റുലേഷൻസ് ക്രിസ്റ്റി. അടുത്ത മത്സരത്തില് 2 പേരുണ്ടായിരുന്നു അല്ലേ? അടുത്ത മത്സരത്തിൽ ആരായിരുന്നു വിന്നറായത്? ഈ ഒരു സൈഡിൽ നിന്ന് പോരെ. പേരെങ്ങനാ? ആദിൽ. ആദിലിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മിസ്സിങ് പോര്. അതേപോലെ ബലൂൺ ഊതി വീർപ്പിക്കൽ റൗണ്ടില് ഫസ്റ്റ് പ്രൈസ് വിന്നർ നമ്മുടെ ആലിറ്റും ആദിലും. ആദിലിന് കിട്ടി. ഓക്കെ, ആലിറ്റ്. സ്പോർട്ട് കൊറിയയില് ഭയങ്കര ആരാധകരാണ് കേട്ടോ. പേരെങ്ങനെയാണ്? ഏഞ്ചൽ. ഏഞ്ചൽ, കൺഗ്രാറ്റുലേഷൻസ്. വിന്നേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൽ മീഡിയ വില്ലേജ് ടീം നടത്തിയിട്ടുള്ള വിവിധ സമയങ്ങളിൽ നടത്തിയിട്ടുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റെൻ. ഓക്കെ, റെന്നിന എല്ലാവർക്കും സമ്മാനമായില്ലേ? ഓക്കെ, താങ്ക് യു. ഇംഗ്ലീഷ് സ്റ്റോറി റൈറ്റിംഗിൽ ഫസ്റ്റ് പ്രൈസ് വിന്നർ ആയിരിക്കുന്നത് അനന്തകൃഷ്ണനാണ്. +1 കമ്പ്യൂട്ടർ. മലയാളം സ്റ്റോറി റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ് വിന്നർ ബ്ലസ്സി ഫിലിപ്പ്. ബ്ലസ്സി ഫിലിപ്പ്, കൺഗ്രാറ്റുലേഷൻ ബ്ലസ്സി.
In photography contest, first prize winner Advait V +1 computers. Mono act മത്സരത്തില് first prize winner Christy Xavier. Reels കോമ്പറ്റീഷനില് മിഥുൻ ശ്രീകുമാർ. അങ്ങനെ നമ്മുടെ മീഡിയ വില്ലേജ് ടീം നടത്തിയ മത്സരത്തിലെ വിന്നേഴ്സിന് വേണ്ടിയുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ഈ വേദിയിൽ വെച്ച് ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ മാനേജ്മെൻറ്റിനെയാണ്. കാരണം നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ നൽകി നിങ്ങൾക്ക് ഇത്തരം ഒരു വേദി ഇവിടെ ഒരുക്കി തന്നിട്ടുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെയും അനധ്യാപകരെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. ഒപ്പം തന്നെ ഗ്ലാൻസ് സ്റ്റാർസിൽ തിളങ്ങി വിളങ്ങി നിൽക്കുമായിരുന്നു നിങ്ങളെല്ലാവരും. എല്ലാവരും അടിപൊളിയായിട്ടുള്ള പിള്ളേരാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ലൊരു വിജയമൊക്കെ നേടി നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനിടയാവട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആത്മാർത്ഥമായിട്ട് വിഷയമാണ്. ഗ്ലാൻസ് സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് പറയുകയാണ്. അപ്പോൾ അടിപൊളി വിജയങ്ങളുമായിട്ട് ഇനി വീണ്ടും ഗ്ലാൻസ് സ്റ്റാർസ് സീസൺ 2-ൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ. ഗ്ലാൻസ് സ്റ്റാർസ് 2K23. Show. Unless I'm impressed, baby, I gotta go. I won't lie and tell you that I'll take it slow, but tonight no bites, cause the wife will know. Sorry, patole lakha. Sorry, patole lakha. Eh, tak diya rendi akha. Eh, tak diya rendi akha. Main ki dassa apni ve. Eh, chal karda hai tarifa. Ha mere husn de kone di. Kone di. Oh baby, doll me sone 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 di. ये दुनिया पित्तल दी. ये दुनिया पित्तल दी.